ഇന്നലെയും ഇന്നുമായി നടന്നിട്ടുള്ള ഇറാൻ ഇസ്രായേലി അറ്റാക്കിൽ 4 രാജ്യങ്ങൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാൻ, ഇസ്രായേൽ, സൗദി അറേബ്യ, ജോർദാൻ. അതുപോലെ ഇസ്രായേലിൽ നിന്ന് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പ്രകാരം ഏകദേശം 30-ൽ കൂടുതൽ ബാലിസ്റ്റിക് മിസൈൽസ് ഇറാൻ ഇസ്രായേലിന് നേരെ അയച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടുള്ളത്. നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് അതുപോലെ ന്യൂസസ് ഒക്കെ വരുന്നുണ്ട്. കൂടുതലും ഫേക്ക് ആയിരിക്കും, മറ്റു കുറച്ച് വെരിഫൈഡ് അല്ലാത്ത ഇൻഫോർമേഷൻസ് ആയിരിക്കും. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വെരിഫൈഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ഇന്നലെ ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. കൂടുതലും ഇവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒക്യുപ്പൈഡ് പ്ലേസസ് എന്ന്, അതായത് ഒക്യുപ്പൈഡ് ടെറിട്ടറീസ്, ഇസ്രായേലി ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ടെറിട്ടറീസിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള അറ്റാക്കിംഗ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇൻഫർമേഷൻസ് പ്രകാരം ഈസ്റ്റേൺ ജെറുസലേത്തിന് നേരെ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഈസ്റ്റേൺ ജെറുസലേത്തിൽ നിന്നും എക്സ്പ്ലോഷൻ നടന്നിട്ടുള്ള സൗണ്ടാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ഈ ഒരു കാര്യം വെരിഫൈ ചെയ്തിട്ടുമുണ്ട്. അത് മാത്രമല്ല ഇന്നലെ ഇറാൻ നടത്തിയിട്ടുള്ള പല അറ്റാക്കിങ്സും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒക്യുപ്പൈഡ് ടെറിട്ടറീസിലേക്കാണ്. അത് മാത്രമല്ല ഈ ഒരു മിസൈലിൽ ഒന്ന് ഫെയിലിയർ ആയിട്ട് ജോർദാനിലേക്ക് പോയി വീണ്ടുമുണ്ട്. പക്ഷെങ്കിൽ അത് ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഇല്ല, അതായത് കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ല എന്നാണ് ജോർദാന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഇൻഫർമേഷൻ. ഓക്കെ, ഇതിന്റെ ഇടയിൽ നമ്മൾ ട്രംപ് എന്ന ഒരു കളി കളിച്ചിട്ടുണ്ട്. അതായത് ട്രംപ് എണ്ണം വന്നിട്ട് പറഞ്ഞത് വെച്ചാൽ നെതന്യാഹു വിൽ ഹാവ് നോ ചോയ്സ് ബട്ട് ടു ആക്സെപ്റ്റ് ദ ഡീൽ എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല ട്രംപ് സേസ് ഹി വിൽ കോൾ നെതന്യാഹു ടു urge him not to retaliate against ഇറാൻ. ഇറാന് നേരെ പ്രതികാരം ചെയ്യരുത് എന്ന് ഞാൻ നെതന്യാഹുവിനെ വിളിച്ചു പറയുമെന്നാണ് ട്രംപ് എണ്ണം പറഞ്ഞത്. അത് മാത്രമല്ല ട്രംപ് അതിനുശേഷം പറഞ്ഞു നെതന്യാഹു ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്, അതായത് തിരിച്ചടിക്കില്ല എന്ന്. പക്ഷെ തിരിച്ചടിച്ചു. അതായത് ഇസ്രായേൽ carry out എയർ സ്ട്രൈക്ക് ഇൻ വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ ഇറാൻ. ഇറാന്റെ സെൻട്രൽ ഇറാനിലും അതുപോലെ ഈ വെസ്റ്റേൺ ഇതിലും എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ആണ് പുറത്തു വന്നിട്ടുള്ളത്. അത് മാത്രമല്ല അതായത് എവിടെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ അറ്റാക്സ് വന്നിട്ടുള്ളത് ടെഹ്റൈൻ, അതുപോലെ ടെബ്രീസ്, അതുപോലെ ഇസ്ഫഹാൻ എന്ന സ്ഥലങ്ങളിലാണ് അറ്റാക്കിംഗ് നടന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ യാതൊരു പ്രശ്നവും ഇല്ല, അതായത് കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ല എന്നാണ് ടെഹ്റൈൻ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളത്. അതായത് ഈ ഇസ്രായേലിന്റെ അറ്റാക്കിംഗ് മൂലം ഒരു അപകടങ്ങളും ഇല്ല. 2 ഇടങ്ങളിൽ എക്സ്പ്ലോഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ ഡാമേജസ് ഒക്കെ എന്താണെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇറാൻ പുറത്തു വിട്ടിട്ടുള്ളത്. അതുപോലെ ഇസ്രായേലി ആർമി കൺഫേം ചെയ്തിട്ടുള്ളത് സ്ട്രൈക്ക് ഓൺ പെട്രോ കെമിക്കൽ പ്ലാന്റ്സ് ഇൻ ഇറാനിലെ പെട്രോ കെമിക്കൽ പ്ലാന്റ്സിന് നേരെ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഇറാനും സമ്മതിച്ചിട്ടുണ്ട്. ഇറാൻ പറഞ്ഞത് കരുൺ പെട്രോ കെമിക്കൽ കമ്പനീസിന് നേരെയാണ് അറ്റാക്ക് നടന്നിട്ടുള്ളത്. ഈ സ്ട്രൈക്ക് നടന്നിട്ടുള്ളത് 7:30 AM ആൻഡ് 2 ഹിറ്റ്സ് ഫെസിലിറ്റിക്ക് നേരെ നടന്നിട്ടുണ്ട്. അതിൽ നോ കാഷ്വാലിറ്റീസ് ഒന്നുമില്ല. പക്ഷെ പൊട്ടൻഷ്യൽ ലോസസ് ആൻഡ് ഡാമേജസ് ആർ സ്റ്റിൽ ബീങ് അസസ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ലോസും ഡാമേജും ഒക്കെ ഇപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഡാമേജസ് ഒക്കെ ഉണ്ടായി എന്ന് പുറത്തു പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇത് ഇവിടെ തീർന്നു. അതായത് ഇത് 1-to-1 ഒരു അറ്റാക്ക് മാത്രമാണ്, ജസ്റ്റ് ഒരു എക്സ്ചേഞ്ച് മാത്രമാണ്, ഒരിക്കലുമല്ല. അതിനും കാരണമുണ്ട്. ഈ വീഡിയോ കണ്ടു നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. رژیم متجاوز صهیونیستی با نقض مکرر آتش بس شرارت‌های خود علیه مردم مظلوم لبنان را با چراغ سبز و حمایت آمریکای جنایتکار و سکوت مجامع بین‌المللی روز به روز افزایش داده و با استفاده از سلاح‌های ممنوعه از جمله بمب‌های فسفوری مرتکب جنایات جنگی می‌گردد. با وجود هشدارهای قبلی جمهوری اسلامی ایران، رژیم کودککش صهیونیستی با عبور از همه خطوط قرمز و افزایش حملات در جنوب لبنان زاویه بیروت را هدف قرار داده است. قبلا اخطار داده بودیم در صورت گسترش جنایت در زاویه بیروت اهدافی را در سرزمین‌های اشغالی مورد هجوم قرار می‌دهیم. ارتش صهیونیستی باید حملات خود به جنوب لبنان و زاویه را متوقف نماید و در صورت گسترش حملات خود به آن منطقه و یا پاسخ به اقدام ایران با ضربات کوبنده تر و پشیمان کننده روبرو و حملات ویرانگری علیه رژیم و حامیان آن آغاز خواهد شد و من نصر الا من. ഇറാനിയൻ സ്പോക്ക് പേഴ്സൺ 2 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഇത് എന്തിനാണ്, അതായത് ഈ സ്ട്രൈക്ക് ഇറാൻ എന്തിനാണ് ആദ്യം സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതിനുള്ള കൃത്യമായ റീസൺ ഇവർ ഇവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട്. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള സിയോണിസ്റ്റ് റെജിമിന്റെ വയലേഷൻ, അതായത് സീസ് ഫയർ വയലേഷൻ കാരണമാണ് ഇങ്ങനെ അറ്റാക്ക് നടന്നത്. അതായത് ലബനന് നേരെയുള്ള, ലബനൻ പീപ്പിളിന് നേരെയുള്ള, നമുക്കറിയാം
3500ഓളം ആളുകളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അത് മാത്രമല്ല സീസ് ഫയർ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ട്രംപ് സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, അത് നെതന്യാഹു അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സീസ് ഫയർ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ ലബനനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കാരണമായിട്ട് പറഞ്ഞത്. അത് മാത്രമല്ല ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഈ ഒരു കാര്യത്തിൽ സൈലന്റ് ആയിരിക്കുന്നു. അതുപോലെ വാർ ക്രൈംസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേൽ, അതിലും സൈലന്റ് ആയിരിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. അത് മാത്രമല്ല ഈ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള വെപ്പൻസ്, അതായത് ഫോസ്ഫറസ് ബോംബ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു എന്നാണ് ഇറാന്റെ സ്പോക്ക് പേഴ്സൺ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇസ്രായേൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഇതൊക്കെയാണ് റീസൺ ആയിട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം, ലബനനെ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തിക്കൊള്ളണം. അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞുള്ളത്, ലബനനെ ഇനി അറ്റാക്ക് ചെയ്യുകയോ, അത് മാത്രമല്ല ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തതിൽ തിരിച്ച് പ്രതികാരം വീട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫേസ് ഈവൻ മോർ ക്രഷിംഗ് ആൻഡ് റിഗ്രറ്റ് ഇൻഡ്യൂസ് സ്ട്രൈക്സ് ആൻഡ് ഡിവാസ്റ്റേറ്റിംഗ് ദ അറ്റാക്ക് വിൽ ബിഗിൻ അഗൈൻസ്റ്റ് ദിസ് റെജീം. ഈ റെജീമിനെതിരെ നല്ല രീതിയിൽ അടി ഇനി വീഴും എന്നാണ് പറഞ്ഞത്. അതായത് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി തിരിച്ചടിച്ചു കഴിഞ്ഞു. അതായത് ഇതൊരു 1-1 ഒരു എക്സ്ചേഞ്ച് മാത്രമല്ല, കാരണം ഇനിയും എടുക്കും. അത് മാത്രമല്ല ഇപ്പോൾ ഇസ്രായേൽ തന്നെ പറഞ്ഞുള്ളൂ, ഇസ്രായേലി മിലിറ്ററി വർക്കുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് എക്സ്പെക്ടഡ് ദി ഓൺഗോയിങ് ഫൈറ്റ് വിത്ത് ഇറാൻ ടു കണ്ടിന്യൂ ഫോർ സെവറൽ ഡേയ്സിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇസ്രായേലി മിലിറ്ററിയും പറഞ്ഞത്. കാരണം ഓൾറെഡി ഇറാനിയൻ സ്പോക്ക് പേഴ്സൺ പറഞ്ഞു, ഇതിന് എതിരെ തിരിച്ചടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇറാൻ അടിച്ചു കഴിഞ്ഞ് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ യുദ്ധം ആദ്യം തുടങ്ങിയതുപോലെ വീണ്ടും തുടങ്ങും എന്ന രീതിയിലാണ് ഇവർ സംസാരിച്ചു വെക്കുന്നത്. ഇസ്രായേൽ ഇറാന്റെ ഇസ്ഫഹാനിലേക്ക് സ്ട്രൈക്ക് ചെയ്തതിന്റെ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് കാണാം. ഇതൊക്കെ ഇവിടെ അവസാനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനിച്ചില്ല. ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. അതായത് ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് തിരിച്ച് ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇസ്രായേലിനെ അടിക്കുമെന്ന്. ഇറാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് ഇസ്രായേൽ മാത്രം അടിച്ചിട്ടുള്ളതല്ല, US-ന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഈ അടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടാക്കം കിട്ടുമെന്നാണ് പറഞ്ഞത്. ആദ്യം തന്നെ ഇസ്രായേലിനാണ് കൊടുത്തിട്ടുള്ളത്. ഇസ്രായേലിലെ ഹൈഫയിലുള്ള പെട്രോ കെമിക്കൽ ഫെസിലിറ്റിക്ക് നേരെയാണ് അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. അതിന്റെ വീഡിയോസ് ഉണ്ട്. അതായത് ആ മിസൈൽസ് ഒക്കെ അയക്കുന്നത്, അതായത് യു വിൽ റിഗ്രറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അയച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഇറാൻ മിസൈൽസിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് വി ആർ ഫൈറ്റിംഗ് എ ക്രിമിനൽ ഗ്യാങ്, അതുപോലെ ദ corrupted people of Epstein Island to rid the world of corruption and usury, അതുപോലെ the right on the path of Jesus Moses എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കോട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മിസൈൽസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ യുദ്ധം ഇവിടെ അവസാനിച്ചില്ല. ഇപ്പോൾ IRGC പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് അറ്റാക്ട് കെമിക്കൽ പ്ലാന്റ്സ് ഇൻ ഇസ്രായേൽസ് ഹൈഫൈ, റെറ്റലേഷൻ ആയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്, ഹൈഫൈയിലേക്ക് അടിച്ചിട്ടുണ്ട് എന്നാണ് IRGC പറഞ്ഞിട്ടുള്ളത്. നോർത്തേൺ ഇസ്രായേലിലേക്കാണ് അടിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അറ്റാക്കുമായിട്ടുള്ള കാര്യങ്ങളൊന്നും, അതായത് കൂടുതൽ കാര്യങ്ങളൊന്നും ഇസ്രായേൽ പുറത്തു വിട്ടില്ല. അതായത് ഇസ്രായേൽ പിന്നെ ആദ്യമേ അങ്ങനെയാണല്ലോ, അവർക്ക് കിട്ടിയതൊന്നും പുറത്തു പറയില്ല. അവർ കൊടുക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറയും, തിരിച്ചിങ്ങോട്ട് കിട്ടുന്നതൊന്നും ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ല എന്നാണ് പറയുക. പക്ഷേ ഇപ്പോൾ അവസാനമായിട്ട് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിലോട്ട് ഏകദേശം 30-ൽ കൂടുതൽ ബാലിസ്റ്റിക് മിസൈൽസ് ഇറാൻ അയച്ചിട്ടുണ്ട് എന്നൊരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ചില കാര്യങ്ങൾ കൂടി പറയുന്നത്, അതായത് മിലിറ്ററി സെയ്സ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ ഫ്യൂ മോർ ഡേയ്സ് ഓഫ് ഫൈറ്റിംഗ്. അതായത് ഫ്യൂ മോർ ഡേയ്സ് ഓഫ് ഫൈറ്റിങ്ങിന് വേണ്ടി, കുറച്ചും കൂടി ദിവസം ഉള്ള ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് പ്രിപ്പയർഡ് ആണ്. അത് മാത്രമല്ല പൊട്ടൻഷ്യലി എ ഫുൾ റിസംഷൻ ഓഫ് എ ഓൾ ഔട്ട് വാർ, അതായത് മിക്കവാറും ഒരു ഫുൾ വാർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് സ്ട്രൈക്ക് ഓൺ ഇറാനിലേക്കുള്ള സ്ട്രൈക്ക് ഓൺലി ബീങ് കണ്ടക്ടഡ് ബൈ ഇസ്രായേൽ മാത്രമാണ് ഈ ഒരു അറ്റാക്ക് ഇറാന് നേരെ നടത്തിയിട്ടുള്ളത്. പക്ഷേ വിത്ത് ഫുൾ കോർഡിനേഷൻ വിത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ സെൻട്രൽ കമാൻഡിന്റെ ഫുൾ കോർഡിനേഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല ഈ യുഎസിന്റെ സെൻട്രൽ കമാൻഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഇന്റർസെപ്റ്റിംഗ് ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽസ്, അതായത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽസ് ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് ഇറാൻ സെൻട്രൽ കമാൻഡ്, യുഎസിന്റെ സെൻട്രൽ കമാൻഡും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഈ 30ഓളം ബാലിസ്റ്റിക് മിസൈൽസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരും കൂടി സഹായിച്ചിട്ടുണ്ട്. അതായത് ട്രംപ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഗ്രീൻ സിഗ്നലും കൊടുത്തിട്ടില്ല, അങ്ങോട്ടേക്ക് അടിക്കരുത് എന്നാണ് പറഞ്ഞത്. യാതൊരു തരത്തിലുള്ള ഹെൽപ്പും ചെയ്തിട്ടില്ല എന്നാണ് ട്രംപ് അണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഒന്നെങ്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നെതന്യാഹു എന്ത് ചെയ്തു, മനഃപൂർവ്വം കണ്ടുകൊണ്ട് എന്ത് ചെയ്തു, US-നെയും കൂടി ഇതിലേക്ക് പിടിച്ചിടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. കാരണം അടുത്ത അടി എന്തായാലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണല്ലോ, US-ന് എന്തായാലും ഒരു അടി ഇറാൻ അടിക്കും.
അപ്പോൾ എന്ത് ചെയ്യും, US കൂടി ഇതിലേക്ക് ഇറങ്ങിക്കോളും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടാണ്. അതിന്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് സൗദി അറേബ്യയിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇറാന് സൗദി അറേബ്യയിലെ ഒരു എയർപോർട്ടിലേക്ക് അറ്റാക്ക് നടത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ സൗദി അറേബ്യ പുറത്തുവിട്ടിട്ടുള്ളത് സൗദി അറേബ്യ സൗണ്ട്സ് മിസൈൽ അലേർട്ട് സൈറൻ ഇൻ അൽ ഖർജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മിസൈൽ അലേർട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം, അതായത് ഇത് വന്നിട്ടുള്ളത് എയർബേസിന് നേരെ, അതായത് US ഫോഴ്സിന്റെ ഒരു എയർബേസിന്റെ ആ ഒരു സറൗണ്ടിങ് ഏരിയസിലാണ് ഇന്ന് രാവിലെ എന്ത് ചെയ്തു, മോർണിംഗിൽ ഒരു അലേർട്ട് സൈറൻ വന്നിട്ടുണ്ടായിരുന്നു, മിസൈൽ അലേർട്ട് സൈറൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അതിനുശേഷം വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അതായത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അതായത് അത് പിന്നീട് ആ സൈറൻ എന്ത് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിലാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതേ സമയം ഇറാൻ അവിടെ ക്ലെയിം ചെയ്തിട്ടുള്ളത് സൗദി അറേബ്യക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ്. അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, സൗദി അറേബ്യ പുറത്തുവിട്ടിട്ടില്ല. ഇറാൻ കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് പുറത്തേക്ക് വിടുന്നുണ്ട്. എന്നാൽ അതേസമയം ഇസ്രായേൽ ആവട്ടെ സൗദി അറേബ്യ ആവട്ടെ ഇൻഫോർമേഷൻസ് ഒന്നും കൃത്യമായി പുറത്തേക്ക് വിടുന്നില്ല. കാരണം പുറത്തു വിട്ട് കഴിഞ്ഞാൽ അത് അത്ര നല്ലതല്ല എന്ന് ഇസ്രായേൽ നന്നായിട്ട് അറിയാം. കാരണം ഇറാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇസ്രായേൽ നല്ല രീതിയിലുള്ള സ്ട്രൈക്കാണ് കൊടുത്തിട്ടുള്ളത്, നല്ല ഡാമേജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇറാൻ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേസമയം ഇസ്രായേൽ പറയുന്നത് ഒരു 30ഓളം മിസൈൽസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, പക്ഷെങ്കിൽ അതൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവർ ഇൻഫോർമേഷൻസ് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്കറിയാം, ഇവർ രണ്ടുപേർക്കും കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ്, ഇസ്രായേലിനാവട്ടെ അല്ലെങ്കിൽ ഇറാനിനാവട്ടെ, ഇവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അറ്റാക്കിങ്സ് ഇന്ന് അവസാനിപ്പിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ അവസാനിക്കുന്നില്ല. കാരണം സെവറൽ ഡേയ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞത് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന്. ഇറാന്റെ ഭാഗത്തുനിന്ന് സ്പോക്ക് പേഴ്സൺ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ തന്നെ കേട്ടതാണ്. അതായത് ഇസ്രായേലി സ്പോക്ക് പേഴ്സൺ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു അറ്റാക്കിങ്ങിൽ തിരിച്ച് ഞങ്ങളെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യും എന്ന രീതിയിലാണ് പറഞ്ഞത്. അത് ഇന്നലെ, അതായത് ഇന്ന് രാവിലെ വന്നിട്ടുള്ള ആ വീഡിയോ മാത്രമല്ല, അതിനുശേഷം ഇപ്പോൾ ഒരു 3 hours മുൻപും ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ സ്പോക്ക് പേഴ്സൺ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്തു, അതിന് നല്ല രീതിയിലുള്ള മറുപടി തിരിച്ചു തരുമെന്നാണ് ഇറാന്റെ ഭാഗത്തുനിന്നും സ്പോക്ക് പേഴ്സൺ പറഞ്ഞു വെക്കുന്നത്.